യോഹന്നാന്റെ സുവിശേഷം എടുത്ത് 4-ാം അധ്യായം എടുത്ത് ജോൺ ചാപ്റ്റർ 4 വെർസ് 50 50-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. അവൻ പോയി. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇതൊന്നും യേശുക്രിസ്തു ശിഷ്യന്മാരോട് പഠിപ്പിച്ചതെല്ലാം കാണാതെ വിശ്വസിക്കണം. എന്തുവാ? കാണാതെ. ഇപ്പൊ നിനക്കൊരു വഴിയില്ല, വഴി ഉണ്ടാകുന്നതായി നീ വിശ്വാസത്താൽ കാണണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചിലരുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതമാകും. നിന്റെ സന്തതിയുടെ ലൈഫ് ഒരു വലിയ അത്ഭുതമാകും. ഈ കാണാതെ വിശ്വസിക്കുന്നവരായി ഈ കൂടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അച്ഛാ എന്തുവാച്ചാ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്തുവാച്ചാ ഒരു വിശേഷം എന്തോ ഉണ്ടോ? ഒന്നുമില്ല, പ്രൈസ് ദ ലോർഡ്. എന്തു പറ്റി ഒരു സന്തോഷമൊക്കെ സ്തോത്രം പറയാനൊരു വക വരുന്നുണ്ട്. അതെന്താ? അത് വിശ്വാസമാ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാം, നിന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക ഹോളി സ്പിരിറ്റ്. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ അകത്തെ വിശ്വാസത്തിന് ചലനമുണ്ടാകണം. സ്തോത്രം. നമുക്ക് ആ വാക്യത്തിന് മുകളിലുള്ള ചില വാക്യങ്ങളുടെ വായിക്കാം. ഒരു രാജഭൃത്യൻ്റെ കാര്യമാണ് അവിടെ വായിക്കുന്നത്. അതിന് മുകളിൽ 1, 2, 3 വാക്യങ്ങൾ മുകളിലൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്നു. രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. മകൻ രോഗിയായി കിടക്കുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്നവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്നു തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവേ, എന്റെ മകന് മരിപ്പാറായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വന്നവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. ഒറ്റ അപേക്ഷയുള്ളൂ, രാജഭൃത്യന്റെ അപേക്ഷ. അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കണം, ഞങ്ങളുടെ മോനെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അടയാളവും അത്ഭുതവും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. മനസ്സിലായി? കണ്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത തട്ടിപ്പാന്നാ പറയുന്നത്. കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം സ്തോത്രം, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, തളർന്നവൻ എഴുന്നേറ്റ് നടക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, മാനസിക രോഗി സൗഖ്യമാകുന്നു. എന്നിട്ടും പറയുന്നു ഇതൊക്കെ ഒരു ട്രിക്കാന്നാ പറയുന്നത്. മിണ്ടുന്നില്ല. നിനക്ക് ട്രിക്കാന്ന് പറഞ്ഞു തരുന്ന ഏത് കിറുക്കനാന്ന് എനിക്കറിയത്തില്ല. പുസ്തകം പറയുന്ന ബൈബിളിൽ വിശ്വസിക്കാനാ. ചിലർ പറയും എനിക്ക് യേശുവിനെ വിശ്വാസമാണ്, മറ്റാരെയും വിശ്വാസമില്ല. എന്നാൽ നിനക്ക് യേശുവിനെ ഒട്ടും വിശ്വാസമില്ല. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എന്നോട് പിണങ്ങരുത്, ഇറങ്ങി പോവുകയും ചെയ്യരുത്. നിങ്ങൾ ഇച്ചിരൂടി ഇരിക്കണം, ഇതിൻ്റെ കാര്യത്തിലോട്ട് വരാൻ പോവുക. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇനിയും പറയാൻ പോവുക, നീ കാണാതെ വിശ്വസിക്കുന്നത് പോലെ ചിലത് നടക്കാൻ പോവുക. അതാ ഇന്നത്തെ ദൂത് പറയാൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ ഈ രാജഭൃത്യന്, ഹല്ലേലൂയ, യേശു പറയാം, നിങ്ങൾ അടയാളം കണ്ടിട്ടല്ല, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ. ഈ വേദോത്സവത്തില് യേശു പറഞ്ഞ കാര്യ, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പി. അത് നമ്മൾ അംഗീകരിക്കും. അടുത്ത വാക്യം, രോഗിയെ കണ്ടാൽ സൗഖ്യമാക്കുകയും. അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. അടുത്ത കേട്ടോ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും. അത് നമ്മൾ അടുത്ത പറയാം, ഭൂതങ്ങളെ പുറത്താക്കുകയും. അതും നമ്മൾ ചെല്ലു വെറുതെ ഭൂതമൊക്കെ അവിടെ ഇരുന്നോട്ടെന്നേ, അവിടെ അങ്ങനെ വേണ്ടുന്നില്ലല്ലോ. അടുത്ത പറയാം, മരിച്ചവരെ, അതാന്ന് ഒട്ടും. എവിടെങ്കിലും ഒരു മരിച്ചവനെ ഉയർത്താൻ പറയാം. മയങ്ങി കിടന്ന വല്ലായിരിക്കും, അന്നേരം ഉണർന്നായിരിക്കും. കാര്യം ഈ ബൈബിളിൽ ഒട്ടും എന്ത് ചെയ്യുന്നില്ല, എന്നാ ഇത് താഴെ വെക്കത്തുമില്ല. പിശാചിനറിയാം ഈ
പിശാചിന് മനസ്സിലായി ഈ വെളിയിൽ നിന്ന് ആളെ ഇറക്കി സുവിശേഷ വിരോളികളെ കയറി സഭാഹോൾ അടിച്ചു പൊളിച്ചിട്ടൊന്നും രക്ഷയില്ല. ഇതിനകത്തുനിന്നൊരു 4 എണ്ണത്തെ എഴുന്നേൽപ്പിച്ചാൽ ഒറ്റയൊന്നും സ്വർഗത്തിൽ പോകാതിരിക്കാനുള്ള പണി ഞാൻ ഒപ്പിച്ചോളാം. അവൻ ചുമ്മാ അതിങ്ങനെ വാട്സാപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന് വെച്ചാൽ മതി, മൊത്തം എണ്ണം പിന്മാറ്റത്തിൽ പോകും.